നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ്, പ്രീമിയം ക്ലാസ് ടൈലുകൾ, ഗ്രാനൈറ്റുകൾ, സാനിറ്ററി വയർ, ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ്. ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ. അമ്പലപ്പടി, നിലമ്പൂർ റോഡ്, വണ്ടൂർ. മലയോര മേഖലയ്ക്ക് നാണക്കേടായി അധികൃതരുടെ അനാസ്ഥയുടെ ഉത്തമ ഉദാഹരണമായി വണ്ടൂർ വാണിയമ്പലം ടൗൺ സ്ക്വയർ നിലകൊള്ളുകയാണ് വർഷങ്ങൾക്കിപ്പുറവും. പഞ്ചായത്തിന്റെ സ്ഥലത്ത് ടൂറിസം വകുപ്പ് കെട്ടിടവും മിനി പാർക്കും പണി കഴിപ്പിച്ചു എന്ന് പറയുമ്പോഴും കാര്യങ്ങളിൽ അടിമുടി ദുരൂഹതയാണ്. വാണിയമ്പലം സ്വദേശി ഓംബുഡ്സ്മാന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനോട് കെട്ടിടം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. 4.5 കോടി ചെലവഴിച്ച് 9 വർഷങ്ങൾക്ക് മുൻപ് ടൂറിസം വകുപ്പ് ആവശ്യമായ രേഖകളില്ലാതെ നിർമ്മിച്ചതാണ് വാണിയമ്പലം ടൗൺ സ്ക്വയർ. ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങൾ ഏറെ പിന്നിട്ടിട്ടും നാടിന് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. വാണിയമ്പലം സ്വദേശി ഒ ഷാജഹാൻ ഓംബുഡ്സ്മാന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനോട് കെട്ടിടമടക്കം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പഞ്ചായത്ത് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് വിട്ടു നൽകാത്ത ഭൂമിയിൽ ടൂറിസം വകുപ്പ് എങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും വലിയ തുക ചെലവഴിച്ച് പാർക്കും കെട്ടിടങ്ങളും നിർമ്മിച്ചു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ടൗൺ സ്ക്വയറിൽ നടന്നത് വലിയ തീവട്ടിക്കൊള്ളയെന്ന് CPM ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ആരോപിക്കുന്നു. 9 വർഷം മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന AP അനിൽകുമാറും ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയ ഒരു പദ്ധതിയാണത്. 4.5 കോടി രൂപ എന്നും 6.5 കോടി രൂപ എന്നും പറയപ്പെടുന്ന രീതിയിലാണ് അതിന് ചെലവാക്കിയ സംഖ്യ. പക്ഷേ യഥാർത്ഥത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലല്ല ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പഞ്ചായത്തിൻ്റെ ആസ്തിയാണ് ഇപ്പോൾ ടൗൺ സ്ക്വയർ നിലനിൽക്കുന്ന സ്ഥലം. ആ ഭൂമി പഞ്ചായത്ത് വിട്ടുകൊടുക്കാത്തിടത്തോളം കാലം ആ ഭൂമിയിൽ ഇത്ര അധികം വലിയ ഭീമമായൊരു സംഖ്യ ചെലവഴിക്കാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് അധികാരമില്ല. അങ്ങനെ സർക്കാരിൻ്റെ ഖജനാവിന് കോടിക്കണക്കിന് ഉറുപ്പികയുടെ നഷ്ടം വരുത്തി വച്ചിരിക്കുകയാണ്. 9 വർഷക്കാലത്തിനിടയിൽ 1 മണിക്കൂർ പോലും ആ സ്ഥാപനം പ്രവർത്തിച്ചിട്ടില്ല. കാട് കുടിച്ചു കിടക്കുന്നു. പക്ഷേ അവിടെ നിരവധി ജീവനക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രേഖയിലുണ്ട്. ആ ജീവനക്കാർക്ക് മാസം തോറും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ശമ്പളവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള തീവട്ടിക്കൊള്ളയാണ് ഈ ടൗൺ സ്ക്വയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF നേതൃത്വവും വണ്ടൂരിലെ MLA യുടെ നേതൃത്വത്തിൽ നടത്തിയത്. അദ്ദേഹം ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ഈ നിയമാനുസൃതമല്ലാത്ത രൂപത്തിലുള്ള ഈ ഇടപാട് നടന്നത്. പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ പഞ്ചായത്ത് ആ ഭൂമി വിട്ടുകൊടുക്കാതെ ആ ഭൂമിയിൽ 4.5 കോടി ഉറുപ്പിക ചെലവഴിക്കുന്നു. ആ 4.5 കോടി നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ ഭൂമി പഞ്ചായത്തിൻ്റേതാണ് എന്ന് ജനങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ ഓംബുഡ്സ്മാൻ ബോധ്യപ്പെടുകയും ഓംബുഡ്സ്മാൻ 1 മാസത്തിനകം ആ സ്ഥലം ഏറ്റെടുക്കണമെന്ന് പഞ്ചായത്തിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തും ഒത്തുകളിക്കുന്നു. അത് ഏറ്റെടുക്കാനും പഞ്ചായത്തിൻ്റെ അധീനതയിൽ കൊണ്ടുവരാനും പഞ്ചായത്തും തയ്യാറാകുന്നില്ല. അങ്ങനെ പഞ്ചായത്തിന് ഭൂമി നഷ്ടപ്പെടുന്നു. ഇല്ലാത്ത ഭൂമിയിൽ, തങ്ങളുടേതല്ലാത്ത ഭൂമിയിൽ 4.5 കോടി ചെലവഴിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിന് അത്രയും ഭീമമായ പണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ 9 കൊല്ലക്കാലമായി അവിടെ 1 മണിക്കൂർ പോലും പ്രവർത്തിക്കാത്ത, ഇപ്പോഴും പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു പദ്ധതിയിൽ നിരവധി ജീവനക്കാർക്ക് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. വലിയ തീവട്ടിക്കൊള്ളയാണ് ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. ജനങ്ങൾ അണിനിരന്നുകൊണ്ട് ഇത്തരം അഴിമതിക്കെതിരെ, തീവട്ടിക്കൊള്ളക്കെതിരെ അണിനിരന്നുകൊണ്ട് പ്രക്ഷോഭം നടത്തേണ്ടതുണ്ട്, പ്രതികരിക്കേണ്ടതുണ്ട്. അതേസമയം പദ്ധതി മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായും ആരോപണമുണ്ട്. 7 മുറികളാണ് വാണിയമ്പലം ടൗൺ സ്ക്വയറിലെ കെട്ടിടത്തിലുള്ളത്. റൂം അഡ്വാൻസ്, വാടക എന്നീ ഇനങ്ങളിലായി കോടിക്കണക്കിന് രൂപയാണ് ഇതിനകം പഞ്ചായത്തിന് നഷ്ടമായിരിക്കുന്നത്. ഇനി പറയേണ്ടത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ്. എന്തുകൊണ്ടാണ് ഓംബുഡ്സ്മാൻ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഗ്രാമപഞ്ചായത്ത് അതിന് തയ്യാറാകാത്തത്? ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ.
സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.